പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് യമ്മി ലഡു ആണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കടലമാവ് 2 കപ്സ് എടുക്കണം, 1 കപ്പ് ഷുഗർ, ഗ്രാമ്പു ഒരു 6 പീസ്, പിന്നെ ഏലക്കായ 1 ടീസ്പൂൺ, ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്, സോഡ ബേക്കിംഗ് സോഡ 1 പിഞ്ച്, പിന്നെ നെയ്യ്. നമ്മൾക്ക് ഷുഗറിൽ സിറപ്പിലും ആഡ് ചെയ്യാനാണ്. അതിന് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, റോസ് വാട്ടർ 2 ഡ്രോപ്സ് റോസ് വാട്ടർ വേണം, പിന്നെ ആവശ്യത്തിന് വെള്ളം, ബാറ്റർ ഉണ്ടാക്കാൻ. ഫസ്റ്റ് തന്നെ നമ്മൾ കടലപ്പൊടി കൊടുക്കാം. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വിസ്ക് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ബാറ്ററാക്കി മാറ്റി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഓയിൽ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. നമുക്ക് ബാറ്റർ നമ്മുടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ബോൾസ് ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ഇതിലേക്ക് മാറ്റും. ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ നമ്മൾ ഇതേപോലെ പൊരിച്ചെടുക്കുക. ഇവിടെ ബോൾസ് ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സറിൽ ഒന്ന് പൊടിച്ചെടുക്കുക. ശരിക്കും പൊടിയാവണ്ട, ജസ്റ്റ് അതിൽ നമ്മൾ ഗ്രാമ്പു ആഡ് ചെയ്യുക, ഏലക്കായും ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് പൊടിച്ച് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകും. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകണം. അതിൽ ഷുഗർ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ്, അതായത് 1/2 കപ്പ് വെള്ളം ഫ്ലെയിമിലിട്ടിട്ട് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഷുഗർ മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാണ്. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ഒരു 1/2 hour, 1/2 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തിടണം. അതിനുശേഷം നമ്മൾ ചെറിയ ചൂടോടെ ഇത് ഉരുട്ടിയെടുക്കും. ഷുഗർ സിറപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് എല്ലാം ഡ്രൈ ആയി കിട്ടും. സിറപ്പ് മൊത്തം ആ ലഡുവിലേക്ക് പിടിക്കും. ഇപ്പോൾ ഏകദേശം 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാം. ലഡുവിൻ്റെ ഷേപ്പ് എടുക്കാം. ഗാർണിഷ് ചെയ്യാൻ നമ്മൾ കാഷ്നട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൈസ് ഉണക്കമുന്തിരി യൂസ് ചെയ്യും. എല്ലാം ഇതും ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ട് ഗാർണിഷ് ചെയ്ത് ലഡു